الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ സ്കൂളുകൾ അടച്ച് അവർ അവധിക്കാലം ആഘോഷിക്കുന്ന വേളയിലാണ്. അവധിക്കാലം ആഘോഷിക്കുന്നത് ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ സ്കൂൾ വെക്കേഷനിലൊക്കെ നല്ല അന്തരീക്ഷവും കാലാവസ്ഥയും ഒക്കെ ആയിരുന്നു പൊതുവെ. പക്ഷെ ഇന്ന് കഥ മാറിയിരിക്കുകയാണ്. ഇന്ന് തീ പൊള്ളുന്ന അവസ്ഥയാണ്, മുഖം കരിഞ്ഞു പോകുന്ന, വാടി തളർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ ചൂട്. എത്രത്തോളം നമ്മുടെ മക്കൾക്ക് അത് സഹിക്കുവാൻ കഴിയും എന്നറിയില്ല. നമുക്ക് തന്നെ, ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യന് തന്നെ ഇതിനെ നേരിടാൻ സാധിക്കുന്നില്ല.
അപ്പോൾ മക്കളുടെ കാര്യം അവരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ വെയിലത്ത് കളിക്കാനുമൊക്കെ വിടുമ്പോൾ അത് ശ്രദ്ധിക്കണം. അതിനൊരു സമയം, ആ വെയിൽ ഒന്ന് ആറിയിട്ട് വെയിലൊന്ന് തണുത്തിട്ട് അപ്പോഴുള്ള ആ സമയം ഉപയോഗപ്പെടുത്താനൊക്കെ നമ്മുടെ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഏതായാലും അവധി എന്ന് പറയുന്നത് പൊതുവെ മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അവധി എന്ന് പറയുന്നത് എല്ലാവരും പൊതുവെ ഇഷ്ടപ്പെടും. ഇപ്പം ജോലി ചെയ്യുന്ന എപ്പോഴും ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഒരു വിശ്രമം, ഒരു ഇടവേള, ഒരു ബ്രേക്ക് ആവശ്യമാണ്. അങ്ങനെ ബ്രേക്ക് കിട്ടാൻ വേണ്ടി സന്തോഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞായറാഴ്ച പൊതുവെ അവധിയായിട്ടാണല്ലോ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞായറാഴ്ച അവധി. അപ്പോൾ ഞായറാഴ്ച സ്ഥിരമായി വീട്ടിൽ നിന്ന് ആഴ്ചയിൽ 6 ദിവസവും ജോലിക്ക് ഇറങ്ങിപ്പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത് അവർക്ക് വലിയ സന്തോഷവും മറ്റും ഒക്കെ ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്നെ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന വജഅൽന നൗമക്കും സുബാത വജഅൽന ലൈല ലിബാസ വജഅൽന അന്നഹാറ മആശ. അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് രാത്രിയെ ഉറക്കത്തിനായിട്ട് നൽകി, വിശ്രമത്തിനായി നൽകി, പകലിനെ ജീവസന്ധാരണത്തിന് അധ്വാനിക്കാനുള്ള ജോലി ചെയ്യാനുള്ളതാക്കിയും അവൻ നിങ്ങൾക്ക് നൽകിയെന്ന്. അപ്പം പകല് ജോലി ചെയ്യുന്നവർക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനമാണ് രാത്രി എന്ന് പറയുന്നത്. ഇപ്പൊ രാത്രി എന്ന് പറയുന്നത് നമുക്കൊരു നമ്മൾ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉറക്കം എന്ന് പറയുന്ന വലിയ അനുഗ്രഹം, അത് വലിയ അനുഗ്രഹമാണ്. ഉറങ്ങാതെ 2 ദിവസം നിന്ന് നോക്കുക, അപ്പോഴറിയാം ഉറക്കത്തിൻ്റെ വില എത്രയാണ്. ഉറങ്ങാതെ വന്നാൽ മനുഷ്യൻ്റെ മനോനില തന്നെ, സമനില തന്നെ തെറ്റിപ്പോകുന്ന അവസ്ഥയാണ്. അപ്പം ആരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരായ ആളുകളെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിൽ പൊതുവെ കുറേ അവധികൾ വരാറുണ്ട്. ഓരോ പ്രധാനപ്പെട്ടവരുടെ ജന്മദിനവും ചരമദിനവും ഒക്കെ കൊണ്ട് ഒരു വർഷത്തിലെ കലണ്ടറിൽ കുറേ റെഡ് മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അവധി ദിനങ്ങൾ. ഇപ്പോൾ പൊതുവേ നമ്മൾ അവധി ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ നമ്മുടെ മക്കൾക്ക് കിട്ടിയ ഒരു അവകാശവും ആണ് ഈ 10 മാസം അവർ പഠനം തന്നെയാണ്. രാവിലെ വീട്ടിൽ നിന്നും പോകുന്നു, രാവിലെ വീട്ടിൽ നിന്ന് വൈകിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെ നിരന്തരം അതെങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു സംവിധാനം, ഒരു ബ്രേക്ക്, 2 മാസത്തെ വേനൽ അവധിക്കാലം. അപ്പോൾ അതൊരു അവരുടെ അവകാശമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, പല രക്ഷകർത്താക്കൾക്കും ഇനി 2 മാസം എങ്ങനെ സഹിക്കുമെന്ന് ചിന്തിച്ച് തലമുണ്ടാക്കുന്ന കുറേ രക്ഷിതാക്കളുണ്ട്. ഇനി 2 മാസം വീട്ടിലൊരു സ്വസ്ഥതയും ഉണ്ടാവുകയില്ല. ഇനി ഒന്നിലേറെ മക്കളുള്ള വീടാണെങ്കിൽ പറയുകയും വേണ്ട. മക്കളും അവരുടെ പരസ്പരമുള്ള വഴക്കും അതും ഒക്കെ ഉണ്ടാവും. അത് എന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാതാപിതാക്കൾ ഇതൊക്കെ തരണം ചെയ്ത് അവരുടെ പ്രായം അതാണ്. നമ്മളൊക്കെ ആ ഒരു പ്രായം കഴിഞ്ഞിട്ടല്ലേ നമ്മളും ഒക്കെ ഇങ്ങനെയൊക്കെ ആയത്. കുട്ടിക്കാലം കഴിഞ്ഞ് വന്നവരാണ് നമ്മളൊക്കെ. മുതിർന്ന ആളുകളൊക്കെ, ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരൊക്കെ അവരുടെ കുട്ടിക്കാലം നന്നായി ആഘോഷിച്ച് അടിച്ചു പൊളിച്ചു വന്നവരാണ്. അതിലൊന്നും ആർക്കും തർക്കമില്ല. അപ്പൊ അങ്ങനെ നമ്മളുടെ കുട്ടിക്കാലം നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ അവരുടെ കുട്ടികളുടെ ഈ അവകാശത്തെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവരെ കളിക്കേണ്ട സമയം അവർ കളിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ, വിനോദങ്ങളിലൊക്കെ ഏർപ്പെടട്ടെ. പക്ഷേ മറ്റു കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഈ സമയം, കിട്ടിയ സമയം, സാധാരണ നമ്മൾ പറയാറുണ്ട് സ്കൂളിൽ ധാരാളം പഠിക്കാനുണ്ട്, സമയമില്ല, നേരമില്ല. പള്ളിയിൽ വരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളിൽ പോയിരുന്നു,
ളുഹറിന് എവിടെയായിരുന്നു? അത് സ്കൂളിലായിരുന്നു. അസറിനും സ്കൂളിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്ന കുട്ടികളെ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ അവരുണ്ട്. അപ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കാറുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ ആ മക്കളെ നിർബന്ധമായിട്ടും അവരെ പള്ളിയിൽ എത്തിക്കാനും ആ ജമാഅത്തിലോടുകൂടി നമസ്കരിപ്പിക്കാനുമൊക്കെ മാതാപിതാക്കളായ നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. ഭൗതികപരമായ കാര്യത്തിൽ എത്രത്തോളം നമ്മൾ ആ ജാഗ്രതയും അവരുടെ ശ്രദ്ധയും പുലർത്തുന്നുണ്ടോ അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് ദീനിയായ വിഷയത്തിൽ, അവരുടെ മക്കളുടെ ദീനിയായ കാര്യങ്ങളിൽ, അവരുടെ മതപരമായ വിഷയത്തിൽ നമ്മൾ ഇടപെടണം. അവരെ നിർബന്ധമായിട്ടും പള്ളിയിൽ ജമാഅത്തോടുകൂടി നമസ്കരിപ്പിക്കാൻ മാതാപിതാക്കളായ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സഹോദരങ്ങളെ, ഈ മക്കൾ അവർ നമ്മുടേതാണ്, നമ്മുടെ മക്കളാണവർ. അവർക്ക് നല്ല ഭാവി കിട്ടാനും അവർ നല്ലവരായി വളരാനും ഒക്കെ ഓരോ രക്ഷകർത്താവും ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ മക്കളുടെ ഭാവി നന്നായിട്ട് നല്ല ശോഭനമായ ഭാവിയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാവും പിതാവും ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. അത്രത്തോളം മക്കളുടെ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പതിപ്പിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും. അവരെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ, അതിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആ വിഷയത്തിൽ, പഠിപ്പിക്കുന്ന കാര്യത്തിലുള്ള സാമ്പത്തികം അത് എത്രയാണെങ്കിലും നമ്മൾ ചെലവഴിക്കാനും നമ്മളൊക്കെ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഈ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടായി തീരാനും അവരെ ഇഹത്തിലും പരത്തിലും അവരും രക്ഷപ്പെടണം, നമുക്കും അവരെ കൊണ്ട് ഉപകാരങ്ങൾ ഉണ്ടാവണം, ഒന്നുമല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയെങ്കിലും അവരെ കൊണ്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾ അവർ ചില കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേവലമായ അതങ്ങ് വളർത്തി വിടുകയല്ല വേണ്ടത്. അങ്ങനെ എങ്ങനെയെങ്കിലും വളരട്ടെ എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. മറിച്ച് അവരുടെ ഓരോ ഘട്ടങ്ങളിലും തൻ്റെതായ ജാഗ്രതയും തൻ്റെതായ ശ്രദ്ധയും ഒക്കെ ഓരോ രക്ഷകർത്താവിനും ഉണ്ടായിരിക്കണം. അതിൽപ്പെട്ട നല്ല മക്കളെ ഉണ്ടാകാൻ, നല്ല മക്കൾ ഉണ്ടായിക്കാണാൻ, സ്വാലിഹ്യങ്ങളായ മക്കളുണ്ടായി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ മക്കളുടെ പ്രാർത്ഥനയൊക്കെ പറയാറുണ്ട്, മക്കൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി, അല്ലേ? ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇൻകത്ത അമലുഹു ഇല്ലാ മിൻ സലാസ എന്നൊക്കെ നമ്മൾ ഹദീസുകളിൽ കേൾക്കാറുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ 3 ഒഴിച്ച് ബാക്കിയെല്ലാം അവന് എന്ത് ചെയ്യും? പോകും, മുറിഞ്ഞു പോകും. ഇല്ലാ മിൻ സലാസ, 3 ഒഴികെ. എന്നിട്ട് പറഞ്ഞത്, അതിലൊന്ന് പറഞ്ഞത് വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ഒരു നല്ല സ്വാലിഹായ മകളോ മകനോ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന, അള്ളാഹുവിനോട് കരമുയർത്തി തൻ്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ അല്ലെങ്കിൽ മകൾ എന്ന് നമ്മൾ കേൾക്കാറുണ്ട്, മക്കള്. അതേസമയം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കണം. അവരുടെ നല്ല വളർച്ചക്ക്, അവർ നല്ലവരായി തീരാൻ വേണ്ടി, തനിക്ക് താങ്ങും തണലുമായി തീരാൻ വേണ്ടി, തൻ്റെ സ്വർഗത്തിൽ ഒരു തണലായി മാറാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഓരോ മാതാപിതാക്കളും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇബാദുർ റഹ്മാൻ, അതായത് പരമകാരുണ്യന്റെ ദാസന്മാർ എന്ന് പറയുമ്പോൾ പറഞ്ഞു, അവരുടെ സ്വഭാവം വിവരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ
ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇത് പ്രാർത്ഥിക്കുക പരമകാരുണികന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയാണ്, അള്ളാഹുവിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയാണ്. അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയത്തിനാ, പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് അല്ലെങ്കിൽ ഇണകളിൽ നിന്നും, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, അള്ളാഹു നമ്മളോട് കൽപ്പിച്ച പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉയരണം. എപ്പോഴും സദാ നമ്മൾ പ്രാർത്ഥിക്കണം. പൊതുവെ നമ്മൾ അതിനും മടിയാണ്, പ്രാർത്ഥനക്ക് തന്നെ മടിയാണ്. നമ്മളൊക്കെ ആത്മാർത്ഥതയോടുകൂടി കരമുയർത്തി റബ്ബിനോട് ചോദിക്കാറുണ്ടോ? നമസ്കരിച്ചു പോകുന്നതല്ലാതെ ഒന്നിരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിക്കാറുണ്ടോ? റബ്ബ് ഒനിയല്ലേ, എല്ലാം നൽകുന്നവൻ, എല്ലാം ചോദിച്ചാൽ ഉത്തരം നൽകുന്നവൻ. ഫഖീറായ ആളുകൾക്ക് അള്ളാഹു നൽകാൻ തയ്യാറാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കൂ, ഞാൻ തരാം എന്ന് പറയുന്ന ആ റബ്ബിനോട് സഹോദരങ്ങളെ നമ്മൾ ചോദിക്കാറുണ്ടോ? അപ്പോൾ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ പ്രാർത്ഥന നടത്തണം. അതാണ് ഖുർആൻ പറയുന്നത്, വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, പടച്ചവനെ ഞങ്ങളെ നീ ധർമ്മനിഷ്ഠയുള്ളവർക്ക് മാതൃകയാക്കണമേ, നല്ല ആളുകൾക്ക് നീ ഇമാമുമാരാക്കണമേ. ഓരോരുത്തരും നമ്മളുടെ കുടുംബത്തെ അങ്ങനെ ആ രീതിയിൽ ആക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരം നടത്തേണ്ടതുണ്ട്. 40 വയസ്സ് പൂർത്തിയാകുന്ന പക്വതയുള്ള എത്തിയ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വാസ്ലിഹ് ലീ ഫീ ദുർരിയതി, വാസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്തതികളിൽ നിന്ന് എനിക്ക് നീ നന്മയുണ്ടാക്കി തരണമേ. 40 വയസ്സ് പൂർത്തിയായ, അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40ാമത്തെ വയസ്സിലാണ് നുബുവത്ത് അള്ളാഹു നൽകുന്നത്. എന്താണ് ആ 40 വയസ്സ്? 40 വയസ്സിന്റെ പ്രത്യേകതയുണ്ട്. മനുഷ്യൻ പരിപൂർണമായി പക്വതയും ആ ഒരു പ്രായത്തിൽ എത്തിച്ചേരുന്ന പ്രായം. അതുകൊണ്ടാണ് അങ്ങനെ ഖുർആൻ എടുത്തു പറയുന്നത്, വാസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ സന്തതികളിൽ എനിക്ക് നീ നന്മയുണ്ടാക്കി തരണമേ. ഏതൊരു രക്ഷകർത്താവും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പരിസരത്തിലും, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വളരെ വിചിത്രമായ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കൾ മാതാപിതാക്കളെ തച്ചുകൊല്ലുന്ന, അടിച്ചുകൊല്ലുന്ന, മാതാപിതാക്കളെ വീടുകളിൽ നിന്നും പുറത്താക്കുന്ന ഒരു കാലമാണിത്. അവർക്ക് മാതാപിതാക്കളുടെ സ്ഥാനം എന്താണ്? ആരാണ് മാതാപിതാക്കൾ? ജന്മം നൽകിയ, തൻ്റെ ജന്മത്തിന് കാരണക്കാരായ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആ ഒരു കാലഘട്ടമാണിത്. അപ്പോ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ, നമ്മളുടെ വീട്ടിലുള്ള മക്കൾ, നമ്മുടെ സ്വന്തം മക്കൾ, അവരുടെ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ധാരാളം ഖുർആനിൽ കാണാം. ഒരുപാട് സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ കാണാം. ഇബ്രാഹിം നബി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം അദ്ദേഹം കൈവടിഞ്ഞിട്ടില്ല. ഏത് പ്രതിസന്ധിയിലും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയുള്ള ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഖുർആനിൽ ഒരു സന്ദർഭത്തിൽ പറയുന്നത് റബ്ബി ജഅൽനി, അദ്ദേഹം പ്രാർത്ഥിക്കുക റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി
മുഖീമസ്സലാ, പടച്ചവനെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. എന്നെ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. തീർന്നില്ല, വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, മക്കളുടെ കാര്യം കൂടി റബ്ബിനോട് ചോദിക്കുകയാണ്, തേടുകയാണ്. റബ്ബേ, എൻ്റെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നമ്മളത് നിസ്സാരമായ ഭാവത്തിൽ അതിനെ കാണാൻ പാടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട്. റബ്ബിനോട് ഏത് കാര്യം, ഇവിടെ വിഷയം മക്കളുടെ വിഷയമാണെങ്കിൽ നമ്മുടെ മറ്റു വിഷയങ്ങൾ ഏതുമാവട്ടെ, എടുത്തു വെച്ചുകൊണ്ട് റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായും അതിനു ജവാബുണ്ടാവും, ഉത്തരമുണ്ടാകും. അതാണ് വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും കൂടെ, എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ. നോക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നല്ലൊരു മകനെയല്ലേ അള്ളാഹ് കൊടുത്തത്. ഇസ്മായിൽ എന്ന് പറയുന്ന നല്ലൊരു കുട്ടിയെ അള്ളാഹു പ്രദാനം ചെയ്യുകയാണ്. എപ്പോഴാണ് ഇബ്രാഹിം നബി വയസ്സായിട്ടും കുട്ടികളില്ലാതെ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം റബ്ബിനോട് ചോദിക്കുകയാണ്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ എനിക്കൊരു സ്വാലിഹായ കുട്ടിയെ തരണേ. അതും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെറും മക്കളെ തരികയല്ല, ഒരു കുഞ്ഞിനെ തരണേന്നല്ല, ആ കുഞ്ഞ് സ്വാലിഹ് കൂടിയായിരിക്കണം. അതുകൊണ്ട് എടുത്തു പറയാം, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്ക് സ്വാലിഹായ നല്ല ഒരു നല്ല സന്താനത്തെ. നോക്കുക, വാപ്പയെ സഹായിക്കുന്ന പ്രബോധന മാർഗത്തിലും കുടുംബ ജീവിതത്തിലും മറ്റുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഇസ്മായിലിനെ കാണാം. ഇസ്മായിൽ അള്ളാഹ് പറയാണ് അവിടെ, ഇസ്മായിലിന്റെ പേര് കൂടി പറയുകയാണ്. ഇസ്മായിലിന്റെ പേര് കൂടി അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുക. ആരാ ഇസ്മായിൽ? ഇബ്രാഹിം നബിയുടെ പുത്രൻ. ആ മകന്റെ പേര് പറയുക. തീർന്നില്ല, ആ ഇസ്മായിലിന്റെ മഹത്വം നമുക്ക് കേൾക്കണോ? ഫലമ്മാ ബലഗ മഅ സഅയ ഖാല യാ ബുനയ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. നമ്മുടെ മക്കളാണെങ്കിലോ ഈ ഒരു മറുപടി ആണോ ഉണ്ടാവുക? നമുക്ക് ആശിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്കാണ് ഈ ഒരു പരീക്ഷണം അള്ളാഹു നൽകുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മക്കളുടെ മറുപടി? എന്തായിരിക്കും നമ്മുടെ മക്കളുടെ മറുപടി? വാപ്പാക്ക് ഭ്രാന്താണെന്ന് പറയും, വാപ്പാക്ക് ഭ്രാന്താണ് എന്ന് പറയും, അല്ലേ? അതേസമയം മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, മകനെ, ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു, നിന്നെ ബലി നൽകുന്ന അദ്ബഹുക, നിന്നെ അറുക്കുന്ന സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് പിതാവ് മകനെ വിളിച്ചു പറയുമ്പോൾ യാ അബത്തി, യാ അബി എന്നല്ല പറഞ്ഞത്, യാ അബത്തി, എൻ്റെ പൊന്നു പിതാവ്. ആ സ്നേഹത്തിന്റെ എല്ലാ അംശങ്ങളും ചാലിച്ചുകൊണ്ടാണ് അവിടെ പോലും ആ ഇസ്മായിൽ നബി വർത്താനം പറയുന്നത്. എൻ്റെ പൊന്നു പിതാവേ, എൻ്റെ ഉപ്പ, എൻ്റെ പൊന്നുപ്പ, ഇഫ് അൽ മാ തുമർ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിർവഹിച്ചുകൊള്ളുക. എന്താണോ അങ്ങയോട് റബ്ബ് കൽപ്പിച്ചത് അത് അങ്ങ് നിർവഹിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, തീർച്ചയായും നിങ്ങൾക്ക് എന്നെ അള്ളാഹു ഉദ്ദേശിച്ചാൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും, ക്ഷമിക്കുന്നവരോടൊപ്പം കാണാൻ സാധിക്കും എന്നായിരുന്നു സഹോദരങ്ങളെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പിതാവിനോട് പറഞ്ഞ മറുപടി. നോക്കുക, എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രാർത്ഥിച്ചു, മകന് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ മക്കൾ ഇല്ലാതിരുന്ന ഘട്ടത്തിൽ
ആ മക്കൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് സ്വാലിഹായ ഒരു കുഞ്ഞിനെ തരണേ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കണം. നല്ല മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നല്ല മക്കൾ ഉണ്ടായി കാണണം. നോക്കുക, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം പറയുന്നുണ്ട്. സക്കരിയ നബിയുടെ പ്രാർത്ഥന ഖുർആനിൽ കാണാം. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. സക്കരിയ നബിയുടെ പ്രാർത്ഥന സൂറത്ത് ആൽ ഇംറാനിൽ 38-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുനാലിക ദഅ സക്കരിയ, അവിടെ വെച്ച് സക്കരിയ നബി പ്രാർത്ഥിച്ചു, റബ്ബിനോട്, തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക, റബ്ബേ നിന്റെ അടുക്കൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ തരണേ. ദുർരിയതൻ ത്വയ്യിബതൻ, ദുർരിയതൻ ത്വയ്യിബതൻ, എടുത്തു പറയാണ്. ദുർരിയതൻ ത്വയ്യിബതൻ, നല്ലൊരു ത്വയ്യിബായ നല്ലൊരു കുട്ടിയെ തരയണമേ എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഏത് സന്ദർഭത്തിൽ? എല്ലാം ബലഹീനമായ സന്ദർഭത്തിൽ, വയസ്സായി, പ്രായമായി. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, തൻ്റെ അനന്തരാവകാശം ഏറ്റെടുക്കുന്ന, തൻ്റെ ഈ പ്രബോധന മാർഗത്തിൽ തന്നെ സഹായിക്കുന്ന ഈ ഒരു മാർഗത്തിൽ അങ്ങനെ സഹായിക്കുന്ന ഒരു കുഞ്ഞിനെ തരേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ മക്കൾ ഭൗതികപരമായ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു കുഞ്ഞ് ജനിക്കാൻ വകുപ്പില്ല. കാരണം ആ പ്രായമൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന അദ്ദേഹം അത് നിരന്തരമായി നിർവഹിക്കുകയാണ്. നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിരാശനായിട്ടില്ല റബ്ബേ, അതുകൂടി പറയുന്നുണ്ട്. നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇന്ന് വരെ നിരാശനായിട്ടില്ല റബ്ബേ, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരയണമേ. കൊടുത്തു അല്ലാഹു. യഹ്യ എന്ന് പറയുന്ന ഒരു പുത്രനെ കൊടുത്തു. ആ സംഭവം സൂറത്തുൽ മറിയമിൽ കാണാം. യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമയ്യ യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വതിൻ വആതൈനാഹുൽ ഹുക്മ സബിയ്യ വഹനാനൻ മിൻ ലദുന്നാ വസകാതൻ വകാന തഖിയ്യ വബർറൻ ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യ. ഈ യഹ്യ നബിയെ കൊടുത്തുകൊണ്ട് അള്ളാഹു പറയുക, നിങ്ങൾ നോക്കണം, നമ്മൾ മനസ്സിലാക്കണം. സക്കരിയ നബിക്ക് യഹ്യ നബിയെ കൊടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. യാ സക്കരിയ, സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം, നിനക്കൊരു കുഞ്ഞിനെ കൊണ്ട് ഞാനിതാ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇസ്മുഹു യഹ്യ, അവന്റെ പേര് യഹ്യ എന്നാണ്. ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമയ്യ, അതിനു മുമ്പ് അങ്ങനെയുള്ള ഒരു പേര് നാം നൽകിയിട്ടില്ല ആർക്കും. വേറൊരാൾക്കും അങ്ങനെ ഒരു പേര് മുമ്പ് നൽകപ്പെട്ടിട്ടില്ല. എന്നിട്ട് ശേഷം യഹ്യ നബിയെ കുറിച്ച് അള്ളാഹു പറയാണ്, യാ യഹ്യ, ഏ യഹ്യ, വിളിച്ചുകൊണ്ട് പറയാണ്, ഏ യഹ്യ, അള്ളാഹു വിളിക്കുകയാണ്, യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വതിൻ, നീ ശക്തമായ നിലയിൽ വേദഗ്രന്ഥം സ്വീകരിച്ചു കൊള്ളുക. വആതൈനാഹുൽ ഹുക്മ സബിയ്യ, അദ്ദേഹം ശിശുവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി. ഹുക്മ സബിയ്യ, ആ സബിയായ ആ കുട്ടി കാലഘട്ടത്തിൽ, ആ പ്രായത്തിൽ നാം അദ്ദേഹത്തിന് വേദവിജ്ഞാനം നൽകുകയുണ്ടായി. വഹനാനം മിൻ ലദുന്നാ, നമ്മളുടെ അടുക്കൽ നിന്നുള്ള അനുകമ്പയും വസകാത്തം, പരിശുദ്ധിയും അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ഇതൊക്കെ ആ ഉപ്പയുടെ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ. ഉപ്പ പ്രാർത്ഥിച്ചില്ലേ? വാപ്പ പ്രാർത്ഥിച്ചു, പിതാവായ സക്കരിയ നബി പ്രാർത്ഥിച്ചു, നല്ലൊരു കുഞ്ഞിനെ തരണേ.
നോക്കുക, അള്ളാഹു നൽകുകയാണ് എന്തെല്ലാം സവിശേഷതകൾ. അനുകമ്പയുള്ള, അതേപോലെ തന്നെ പരിശുദ്ധിയുള്ള നല്ലൊരു കുഞ്ഞ്, പരിശുദ്ധമാക്കപ്പെട്ട കുഞ്ഞ്. വകാന തഖിയ്യ, തഖ്വയുള്ള കുഞ്ഞ്, അള്ളാഹിനെ പേടിയുള്ള ഒരു സന്താനത്തെ അള്ളാഹു നൽകിയെന്നാ പറയുന്നത്. അള്ളാഹുവിനെ ഭയമുള്ള കുഞ്ഞിനെ കൊടുത്തു. മാത്രമല്ല വബർറം ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന, വബർറം ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന ആളായിട്ട് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. വലം യകുൻ ജബ്ബാറൻ നസിയ, അദ്ദേഹം ഒരിക്കലും അനുസരണക്കേട് കാണിക്കുന്ന ഒരു അഹങ്കാരിയായിരുന്നില്ല. നല്ലൊരു കുഞ്ഞിനെ അദ്ദേഹത്തിന് അള്ളാഹു കൊടുക്കുകയാണ്. അപ്പൊ ഇതിനിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി നിർബന്ധമായിട്ടും നമ്മുടെ പ്രാർത്ഥനകളിൽ അത് ഉൾപ്പെടുത്തണം. നമ്മുടെ മരണം വരെയും, നമ്മൾ എപ്പോൾ മരിക്കുന്നോ അവിടെ ആ സമയം വരെയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മൾ പലതും ചോദിക്കുന്ന, റബ്ബിനോട് പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കൾ നല്ലവരാകാൻ വേണ്ടി, നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, അവർക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടി, അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നല്ല മാതൃകയുള്ള രക്ഷിതാക്കളായി മാറാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മക്കൾക്ക് നമ്മൾ തർബിയത്ത് നൽകേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ മക്കൾക്ക് വേണ്ടപ്പോൾ വേണ്ട സമയത്ത് നമ്മൾ ഉപദേശങ്ങളൊക്കെ നൽകാനും അവരെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാനും അടിക്കേണ്ട സമയത്ത് അടിക്കാൻ. ഇപ്പോൾ നമസ്കാരം 10 വയസ്സായിട്ട് നമസ്കരിക്കാത്ത കുട്ടിയാണെങ്കിൽ അവനെ ചെറിയ രീതിയിൽ അടിച്ചിട്ടെങ്കിലും നമസ്കരിപ്പിക്കണമെന്ന് നമ്മളോടുള്ള കൽപ്പന. മുറൂ ഔലാദക്കും എന്നാണ്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കൽപ്പിക്കുക എന്ന്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഒരു നല്ല ഉമ്മയാകാനും സാധിക്കണം. മക്കളുടെ മുമ്പിൽ നല്ല ഒരു റോൾ മോഡലാകാൻ നമുക്ക് സാധിക്കണം. നല്ലൊരു ഉപ്പയാകാൻ സാധിക്കണം. ആ കുഞ്ഞിന് അവൻ്റെ ഭാവിക്ക് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ കുഞ്ഞ് കണ്ട് വളരുന്ന രക്ഷകർത്താക്കളായിട്ട് നമ്മൾ മാറണം. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു കുട്ടി നന്നായി തീരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. മഹാനായ ഉത്ബത്ത് ബിനു അബീ സുഫിയാൻ റഹിമഹുല്ലാ പറയുകയാണ്, ലിമുഅദ്ദബിൻ വലദുഹു, സന്താനത്തെ മര്യാദ പഠിപ്പിക്കുന്ന ആളുകളോടായിട്ട് അദ്ദേഹം പറയുകയാണ്, മക്കളെ നല്ലത് പഠിപ്പിക്കുന്ന ആളുകളോടായിട്ട് അദ്ദേഹം പറയാണ്, ലിയകുൻ അവ്വലു ഇസ്ലാഹക ലിവലദിക ഇസ്ലാഹക ലിനഫ്സിക, നീ നിശ്ചയം സന്താനത്തിൻ്റെ പ്രഥമ സംസ്കരണം, സന്താനത്തിൻ്റെ ആദ്യത്തെ സംസ്കരണം എന്ന് പറയുന്നത് നീ സ്വന്തത്തെ നന്നാക്കുന്നതിലാണ്. ആദ്യം സ്വന്തം നന്നാക്കുന്നതിലാണ് ആ കുഞ്ഞ് നന്നായി തീരുക. അതാ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഫൈന ഉയൂനുഹും മഅഖൂദത്തുൻ, നിശ്ചയമായും അവരുടെ കണ്ണുകൾ നിന്നിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പണ്ഡിതൻ പറയുകയാണ്, മക്കളുടെ കണ്ണുകൾ നിന്നിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്നതൊക്കെ നമ്മളെയാണ് അവർ നോക്കുന്നത്. എൻ്റെ ഉപ്പ എങ്ങനെയാണ്, എൻ്റെ ഉമ്മ എങ്ങനെയാണ് എന്നവർ നോക്കുകയാണ്.
അത് ആ നോക്കുമ്പോൾ നെഗറ്റീവായ ഒരു അവസ്ഥയാണ് ഉപ്പ കാണിക്കുന്നത് എങ്കിൽ, ഉപ്പ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവിടെ ആ കുട്ടിയും വഷളാവുകയാണ്, ആ കുട്ടിയും മാറിപ്പോവുകയാണ്, തെറ്റിപ്പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഉപ്പ നല്ല ആളായിരിക്കണം. കാരണം അവരുടെ കണ്ണുകൾ നോക്കുന്നത് ഉപ്പയോടും ഉമ്മയോടുമായിരിക്കും. ഫൽ ഹുസ്നു ഇൻദഹും മാ സനഅത, അവരുടെ അടുക്കലെ നന്മ നിങ്ങൾ ചെയ്യുന്ന നന്മയാണ്. ഈ കുട്ടികൾ നന്മയായിട്ട് കാണുന്നത് നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന നന്മകളുണ്ടല്ലോ, അതിനെയാണ് അവർ നന്മയായി കരുതുക. അതേപോലെ തന്നെ വൽ കബീറു ഇൻദഹും മാ തറക്ത, അവർ തിന്മയായി മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുന്നതുമായ കാര്യങ്ങളാണ്. നിങ്ങളത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി ഉപേക്ഷിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് കുഞ്ഞിനും അത് എന്ത് ചെയ്യാണ്, അത് വേണ്ട എന്ന അവസ്ഥയിലേക്ക് ആ കുഞ്ഞും എത്തുകയാണ്. കുഞ്ഞു മനസ്സിലാക്കുകയാണ് ഇത് തെറ്റാണ്, ഇത് ശരിയല്ല, ഇത് തിന്മയായ കാര്യമാണ് എന്ന് കുഞ്ഞു മനസ്സിലാക്കുകയാണ്. എങ്ങനെ? പിതാവ് ആ മക്കളുടെ മുമ്പിൽ വേണ്ട എന്ന് മാറ്റിവെക്കുന്നത് കുഞ്ഞ് തിന്മയായി കാണുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ വിഷയത്തിൽ. നിസ്സാരമായ കാര്യമല്ല, മക്കൾ അമാനത്താണ്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച വിശ്വസിച്ചേൽപ്പിച്ച ഒരു കാര്യമാണ് മക്കൾ എന്ന് പറയുന്നത്. അവരുടെ വളർച്ചയിൽ, അവരുടെ സ്വർഗം, ആ കാര്യത്തിന് വേണ്ടിയൊക്കെ അവർ സ്വർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടി അവർക്കൊരു വഴി വെട്ടിക്കൊടുക്കേണ്ടവരാണ്, അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ്, മാതൃകയാകേണ്ടവരാണ് ഓരോ മാതാപിതാക്കളും. അത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ നല്ല കുടുംബങ്ങളായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന നല്ലൊരു മക്കളെ തന്നുകൊണ്ട് നല്ലൊരു കുടുംബമായിട്ട് അള്ളാഹു നമ്മുടെ കുടുംബങ്ങളെ മാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് ഹിദായത്തും സന്മാർഗവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങളെല്ലാം അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. നല്ല ഭാവി ജീവിതം അവർക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കൺകുളിർമ നൽകുന്ന മക്കളായി തീരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളും, ചൂടാവട്ടെ, യുദ്ധമാവട്ടെ, അതേപോലെ തന്നെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് നല്ല ഒരു ജീവിതം ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.